ഇന്നത്തെ നമ്മുടെ അതിഥി മിസ്സിസ് നിഷ സുദീപാണ്. മാഡം കുട്ടികൾക്കായി കുട്ടികളുടെ ബുദ്ധിക്ക് വളരെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു ഫ്ലൈയിങ് ക്ലബ്ബ് പോലെ ഒരു സ്ഥാപനം നടത്തുകയാണ്. മാഡത്തിന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ലേണേഴ്സ് സോൺ എന്ന ഈ പേര് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? നമ്മൾ ലേണർ സോണിന് സെലക്ട് ചെയ്യാൻ കാര്യം വി വാണ്ടഡ് സംതിങ് റിലേറ്റഡ് ടു എ ചൈൽഡ്. if you see our logo, it says LR zone and below it we have written learner empowerment zone. നമ്മൾ അവർക്ക് empowering a child. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ whole aim of a company is to empower a child to live his life. We are giving him a tool. അത് നമ്മൾ കൊടുക്കുന്നു, അത് അവ എങ്ങനെ ഡെവലപ്പ് ചെയ്യും. സോ വി ആർ ജസ്റ്റ് ഗിവിംഗ് ഹിം എ ടൂൾ ടു ഡെവലപ്പ് ഹിസ് ലൈഫ്. സോ അത് ഉദ്ദേശിച്ചാണ് നമ്മൾ കമ്പനിയുടെ പേര് ലേണർ സോൺ. ബോയ്സും ഗേൾസും ഇപ്പം നമ്മൾ നോക്കിയാൽ യു ഗോ ടു എ എയർപോർട്ട്, യു സീ യുവർ ദി പൈലറ്റ് ഗോയിങ്. ഹാഫ് ദ പൈലറ്റ്സ് ആർ ഫീമെയിൽസ് ഓൾസോ. സോ എയ്റോ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഗേൾസിനെ മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. ദേ ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ദാറ്റ് ഫീൽഡ്. Air hostessing is only for girls. So aero modeling and aeronautics is a field which girls are also involved in now and boys. So kore girls nammal ivide thanne njan thodanga station nokkiya kore girls vannu. They wanted to know. Avarku idvareyum no one gave them an exposure. Then they are also coming into this field of aeronautics. Ee Learners Zone ivide ee Ernakulathu ee Girinagaril start cheyan endundana kaaranam? എൻ്റെ മോന് വേണ്ടി ഞാനൊന്ന് നോക്കിയതായിരുന്നു ഇങ്ങനത്തെ വല്ല കോഴ്സസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഐ ഡെൻറ്റ് ഫൈൻഡ് എനിത്തിങ് ഇൻ കൊച്ചിൻ which was economically sound or come into my budget and something which interests the kid also. അതിൻ്റെ ഇത് നോക്കി വന്നപ്പോൾ എനിക്ക് ഒരിടത്തും കിട്ടിയില്ല. റോബോട്ടിക്സ് ഒരു ലെവൽ വരെ നോക്കിയിട്ട് ഇവിടെ കിട്ടിയില്ല. സോ ഐ ഫൗണ്ട് ഇൻ തൃശ്ശൂർ ദിസ് പ്രോഗ്രാം വാസ് ഗോയിങ് ഓൺ. അപ്പോഴാണ് ഞാൻ അതിനെ ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചത്. അപ്പം ഞാൻ അതിൽ ഇൻവോൾവ് ആയിട്ട് ഐ സ്റ്റഡി ദ സ്റ്റുഡൻസ്. ഈ ഗിരിനഗറിൽ എനിക്ക് പിന്നെ ബിക്കോസ് ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരു വലിയ ഏരിയ ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ പ്രോമിനന്റ് ഏരിയാസ് ഇൻ കൊച്ചിൻ. ദ ഓൾഡസ്റ്റ് ആക്ച്വലി ദി ഹൗസിംഗ് ഏരിയ ഇൻ കൊച്ചിൻ ആണ് നമ്മുടെ ഗിരിനഗർ. ആൻഡ് ഇതിന്റെ അടുത്ത് തന്നെ വി ഹവ് ഗോട്ട് ഭവൻസ് സ്കൂളും ഉണ്ട്. അപ്പൊ എനിക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ കഴിയുമ്പോൾ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനും പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം സ്കൂളുകളിലോട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള സോ അതിന്റെ കൂടെ ബേസിസ് ആയിട്ടാണ് ഞാൻ സ്കൂളിന്റെ അടുത്തായിട്ടുള്ള ലൊക്കേഷൻ ഗിരിനഗർ നല്ലതായിരിക്കും. ബിക്കോസ് വി ഗോട്ട് ലോട്ട് ഓഫ് ഹൗസിംഗ് കോളനീസ്. പനമ്പള്ളി നഗർ ഇപ്പൊ നോക്കിയാൽ ലോട്ട് ഓഫ് അപ്പാർട്ട്മെന്റ്സ് ഹവ് കം അപ്പ് വേർ ദെയർ ആർ ചിൽഡ്രൻ സ്റ്റേയിങ് ഇൻ ന്യൂക്ലിയർ ഫാമിലീസ്. സോ അത് നമുക്കൊരു നല്ലൊരു ബേസ് ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ട് ഒരു ഗിരിനഗർ സെലക്ട് ചെയ്തു. മാത്രമല്ല ഈ കുട്ടികൾക്ക് ഒരു എക്സ്പോഷർ വീടുകളിൽ കിട്ടാൻ ചാൻസ് എനിക്ക് ഞാൻ തുടങ്ങുന്നത് ഐ എം എ പേഴ്സൺ ഹു ലവ്സ് ചിൽഡ്രൻ. സോ എനിക്ക് കുട്ടികൾ വന്നാലേ ഐ ഗെറ്റ് സോ അവരെയും കൂടെ ഇൻവോൾവ് ഇപ്പൊ അടുത്ത് താമസിക്കുന്ന ഐ ക്യാൻ ലീവ് ദം. ഐ ഹാവ് ഗോട്ട് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. വി ഷുഡ് നോട്ട് ഇല്ല അതൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിലെ ബേസിസ് എടുത്താൽ തന്നെ ഞങ്ങളുടെ ഫൗണ്ടർ മിസ്റ്റർ MRK മേനോനാണ്. പുള്ളി ഏത് കോഴ്സ് ചെയ്യുന്നെങ്കിലും അതിലൊരു 2 കുട്ടികളാണ് ഹു ഹാവ് നോട്ട് ഏബിൾ ടു പേ ദ ഫീസ്. ഒരു 35 സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിൽ there will be around 2 cannot pay the fees. പിന്നെ അതുപോലെ ചങ്ങനാശ്ശേരിയിൽ ഒരു സ്കൂളിലുണ്ട് which is not up to the ഇത് നമ്മുടെ സ്കൂളിലെ എയ്ഡഡ് സ്കൂളാണ്. അവിടെ പകുതി ഫീസിനാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ് അത് നമ്മൾ പിള്ളേർക്ക് നമ്മളിത് നമ്മളിത് പ്രൊമോഷൻ ആണ് ബേസിക്കലി, പിള്ളേർക്ക് ഡെവലപ്മെന്റ് ആണ്. സോ നമ്മുടെ ഇതൊരു വി ആർ നോട്ട് ഗോയിങ് ഇൻ ഫോർ എ വെരി പ്രോഫിറ്റ് ഓറിയന്റഡ് ബട്ട് ടു എംപവർ ദ ചിൽഡ്രൻ. അതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വഴി നമ്മുടെ വി ആർ എംപവറിംഗ് അവർ നേഷൻ ആൾസോ. എക്സാക്ട്ലി. ഇൻ ഫ്യൂച്ചർ ദീസ് നമ്മുടെ കൊച്ചു കുട്ടികളാണ് നമുക്ക് നാളെ ഭാവിയിൽ നമ്മുടെ ഭാരതത്തിന്റെ ശക്തി. നമ്മുടെ എയറോനോട്ടിക്കൽ മാപ്പിംഗ് നോക്കിയാൽ വി ആർ ദ വൺ കൺട്രി വിച്ച് ഹസ് ഗോട്ട് വെരി ഫ്യൂ എയർക്രാഫ്റ്റ്സ് ഇൻ ദ മൂവ്മെന്റ്സ്. That is because we don't have much movement. Nammal aircraft then etra problems like Kingfisher wasn't a problem. So this can only develop when an interest in this comes. Nammade pillare develop cheyanam. A lot of pilots who are coming out of the Navy or Air Force and joining the forces. So direct it can happen directly. But that is not going. License in a duplicate and everything. India is a problem. We don't have development of pilots. Our children go outside India, Australia, New Zealand, then come back. So this is why if this starts up at this level, they will reach a time when definitely that
pilot training is going to come in India. വിദേശ ലൈസൻസ് കരസ്ഥമാക്കിയാണ് അവരിവിടെ വരുന്നത്. ഇവിടെ വരുന്നത്. സോ അതാണ് നമുക്കിതാണ് ഇപ്പം പ്രോബ്ലം. വെളിയിൽ നിന്ന് ലൈസൻസ് എടുത്താണ് അവിടെ ഒരു വരുന്നത്. നമ്മുടെ രാജ്യക്കാർക്കുള്ള ഒരു പിടിപ്പുകേടാണത്. ആണ്, അത് ഭയങ്കരമാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴേ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഒരു ബോധം ഉണ്ടെന്ന് അറിയുമ്പോൾ വി ഹാവ് എ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യ വിൽ ഹാവ് ദാറ്റ് സ്കോപ്പ്. ഏജ് സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? അതായത് 10 to 14 നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് മോസ്റ്റ് മോഡുലേറ്റിംഗ് ഏജ് ആണ് 10 to 14 എന്ന് പറയുന്നത്. അവർ ഡെവലപ്പ് ചെയ്യുന്നതും മൈൻഡ് എവറിത്തിങ് ഇൻ ദർ ഫിസിക്കലി ഓൾസോ ദർ ചേഞ്ചിങ് ടൈം ആണ് ഈ പീരീഡ്. സോ അവരുടെ മൈൻഡ് മോൾഡ് ചെയ്യാനും അവർക്കൊരു ഡയറക്ഷൻ അവർക്ക് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള സമയം ഇതാണ്. അവര് ഇപ്പം 10th ആകുമ്പോൾ ദാറ്റ്സ് ദ grade when they're selecting and science group load പോകണോ commerce-ലോട്ട് പോകണം. So ആ ലെവൽ വരെ എത്തുമ്പോൾ I want the children to know whether they want to go in for aeronautical. They will be definite by this step, or they want to pursue it as a hobby. അതൊരിതാണ്. This is a part where ഈ എയറോ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു ഹോബി ആയിട്ട് ആൾക്കാർ 10-40 വർഷമായിട്ട് ഇന്റർനാഷണൽ ഫീൽഡിൽ ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻസും ഉണ്ട്. ഇന്ത്യയിൽ അതില്ല. നമ്മുടെ ഉദ്ദേശം അതും കൂടെ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ വിൽ ബി ഹാവിംഗ് എയറോനോട്ടിക്കൽ കോമ്പറ്റീഷൻസ് ഇൻ കൊച്ചിൻ. സെൽഫ് ഇത് കിട്ടും അവർക്ക്. ഡെഫിനറ്റ്ലി ദർ വിൽ ബി ലോട്ട് ഓഫ് ഇന്റർനാഷണൽ ഷോസ് വിച്ച് വിൽ ബി കമ്മിങ് ടു വിത്തിൻ ദിസ് ഇയർ. ഇപ്പോൾ റോട്ടറി ക്ലബ് ഒരു തൃശ്ശൂരിലെ റോട്ടറി സർക്കിൾ ഇസ് കണ്ടക്ടിങ് എ കോമ്പറ്റീഷൻ ഫോർ മൂവി ഓൺ എയറോ മോഡലിംഗ്. അത് കോമ്പറ്റീഷൻ, അത് കുട്ടികൾ തയ്യാറാക്കണതാണ്. ഞങ്ങളുടെ തന്നെ ഞങ്ങൾ കോഴ്സസ് നടത്തുന്ന സ്കൂളുകളുടെ കുട്ടികൾ തയ്യാറാക്കുന്ന ഓരോ മോഡലിംഗ് മൂവിയുടെ കോമ്പറ്റീഷനാണ്. അത് റോട്ടറി ക്ലബ്ബ് നടത്തുവാണ്. ദേ ആർ ഡൂയിങ് ഇറ്റ് ഫോർ ദ ബിക്കോസ് ദേ വോണ്ട് ദാറ്റ് എയറോ മോഡലിംഗ് ടു ഡെവലപ്പ്. ഇപ്പം വി റിയലൈസ് ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി സ്പ്രെഡിങ്. എയറോ മോഡലിംഗ് ഞങ്ങളുടെ ഇത് ത്രൂ ഇറ്റ് ഈസ് സ്പ്രെഡിങ് ഓൾ ഓവർ ഇന്ത്യ. ഞങ്ങളുടെ branches are there in Jaipur. If you go to Delhi, you go to Bombay, Calcutta, every poyalum you will find branches of our aero modeling. But Trichy undu elladuthu undu. We are spreading out all over India now. It's an what do you call it? It's like a wave. It's moving all over India. എയറോ മോഡലിംഗ് എത്ര സ്റ്റേറ്റുകളുണ്ട്? ഞങ്ങൾക്ക് ഇപ്പം 12 സ്റ്റേറ്റ്സ് സ്പ്രെഡ് ആയിട്ടുണ്ട്. നമ്മുടെ ബംഗാൾ ഉൾപ്പെടെ ബംഗാളിലും ഉണ്ട്, കാൽക്കട്ടയിൽ തന്നെ ഉണ്ട്. കാൽക്കട്ടയിലുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ആക്ച്വലി ഫൗണ്ടർ യെറ്റ് ബീൻ ടു മിസോറമിൽ പോയേക്കുവായിരുന്നു. എറണാകുളത്ത് ഞാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ നല്ലൊരു കാര്യം. കാരണം കുട്ടികൾക്ക് ഡെവലപ്മെന്റ് വരുന്നത് എക്സാക്ട്ലി ബിക്കോസ് ഇത് തൃശ്ശൂരിൽ അറിഞ്ഞപ്പോൾ കുട്ടികൾക്ക് എന്തെല്ലാം കപ്പാസിറ്റിയാണ് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ഡിവൈഡ് ഇൻടു 4 aspects. നമ്മുടെ ഫസ്റ്റ് ആസ്പെക്ട് ഇസ് ഇൻട്രൊഡക്ഷൻ ഇൻ ടു എയറോനോട്ടിക്സ്. എയറോനോട്ടിക്കൽ how a aircraft flies, അത് പിന്നെ അതിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ഒരു പ്ലാൻ കൊടുത്താൽ how can a child interpret that plan. So അത് നോക്കി അത് പറയാൻ and build it. നമ്മുടെ ഇത് കണ്ടാൽ you'll see some of our models have got sanding. അത് പിള്ളേർ തന്നെയാണ് ചെയ്യുന്നത്. ഈ അവരുടെ എയറോഡൈനാമിക് ഷേപ്പ് അത് ആ പിള്ളേർ തന്നെ കുട്ടികൾ തന്നെ ചെയ്യണം. സോ ദേ നോ ഹൗ ഇറ്റ് ഫ്ലൈസ്, ദെൻ ദേ വിൽ ദംസെൽസ് ബാലൻസ് ദെയർ എയർക്രാഫ്റ്റ്സ് പിന്നെ പറപ്പിക്കുന്നു. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് വി ഹവ് ഗോട്ട് എ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സെക്ഷൻ. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മൾ ബിഹേവിയറൽ ആസ്പെക്ട്സിന് വി ടോക്കിംഗ് അബൌട്ട്. ദെൻ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഗുഡ് ഹാബിറ്റ്സ്. മോറൽ സൈഡിൽ ഒത്തിരി നമ്മളാരും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതിന്റെ എയിം തന്നെ ഒരു ഗ്രൂപ്പ്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ എക്സാക്ട്ലി ബിക്കോസ് അവരുടെ ഫിസിക്കൽ ചേഞ്ചസ് വരുമ്പോഴാണ് അവരുടെ മോറൽ ഡെവലപ്മെന്റും ഫിക്സേഷൻ ഓഫ് ദെയർ ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻ ലൈഫ്സ് ഒക്കെ വരുന്ന ഈ ഏജിലാണ്. നമ്മുടെ ഫിസിക്കൽ ചേഞ്ചസ് എല്ലാം വരുന്നത് ഈ പീരിയഡിലാണ്. ഇറ്റ്സ് ദ ഏജ് ഓഫ് 12 കഴിഞ്ഞിട്ട് 14 വരെ ദ ബേസിക് ചേഞ്ചസ് ആൻഡ് വെർ എ ചൈൽഡ് ഇസ് വെരി അഫ്രൈഡ് ഓൾസോ ഓഫ് ദ ചേഞ്ചസ്. അപ്പോൾ ഇൻ ദാറ്റ് സ്റ്റേജ് ദേ ആർ ലേണിംഗ്, ദേ ആർ എക്സ്പെരിമെന്റിംഗ് ഉള്ള സ്റ്റേജാണ്. സോ ഈ സമയത്ത് നമ്മൾ അവർക്കൊരു ഗൈഡ് ചെയ്ത് give them that these are the good habits and this is the right path to follow, they definitely will put it in their minds. And നമ്മുടെ ഈ personality development is not by just presentations, it's involving them in group discussions. അവർ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ they will realize why this person is renowned. ഇപ്പം നമ്മൾ അവർക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ anyone you take, some people will say Amitabh Bachchan, right? He was thrown out of the armed forces. He didn't get selected to armed forces, but he was not meant for armed forces. He had some other characters which helped him to become a very good actor. Yes. So ഈ personality, the pillar എന്ന് പറഞ്ഞാൽ what is the right path, what is the judgment they have to give. So it's basically a development by the children, a discussion by the children with the children in a group. നമ്മൾ group discussion with basically നമ്മൾ
പിള്ളേരെ ഓറിയൻറ്റഡ് ആണ് നമ്മൾ ഈ ഞങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സ് തന്നെ വെച്ചേക്കുന്നത്. അവരുടെ നിന്ന് നമ്മൾ എലിസിറ്റ് ചെയ്തിട്ട് വി മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് വാട്ട് വി mean by a good character or a good person, what gives them that good person's definition. Language improvement. Language, we've got spoken English in the part thaneyana, because with this ഒരു personality develop ആവണമെങ്കിൽ he needs language. നമ്മൾ ഇപ്പം തന്നെ ഔട്ട് വെളിയിൽ ഒരാളുമായിട്ട് സംസാരിക്കണമെങ്കിൽ you should have that language grip. അല്ലെങ്കിൽ it's very difficult for a child to go for an interview. നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അന്യ സ്റ്റേറ്റുകളിൽ പോകുന്ന ഹിന്ദി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് ആണ്. ആൻഡ് നമ്മുടെ കേരളത്തിൽ തന്നെ I know we are very literate in our aspect, but in spoken we are a little backward in our English. So that has to, we know how to read and write, but the spokenness doesn't come because we are not using it. So നമ്മുടെ ഇവിടെ we are mostly working at making them use the language. ഒരു ലാംഗ്വേജ് വർക്ക്ഷോപ്പ് പോലെ ആയിരിക്കും. So many people are having triple MAs or triple that's not, but these people this is a problem. Language വളരെ പിന്നിലാണ്. So നമ്മുടെ ഉദ്ദേശം is a language chef. We have got cassettes here which give them dialogues and tell them to repeat it, and then we'll be making them speak, recording it and let them hear the difference. Pronunciation also. So they will get the exact pronunciation. So based on that, that is what we involve in our personality development class. And then we have the next section is where we'll be giving them basics of electronics.